ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഈ വെബ് സീരീസിനെ കുറിച്ച് പറയാൻ എനിക്കിഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ കാസർഗോഡ് എംബസി കണ്ടിട്ടില്ലാത്ത ആളുകൾ ഈ വീഡിയോ കാണാതിരിക്കുന്നതാണ് നല്ലത്. ഇനി സ്പോയിലേഴ്സ് ഒന്നും ഒരു കുഴപ്പമില്ല, എനിക്കിതൊന്നും അറിഞ്ഞാൽ മതി എന്നാണെങ്കിൽ തുടർന്ന് കാണാം. ഹലോ, ഹായ്, നമസ്കാരം. കുറച്ച് നാളുകൾക്ക് മുമ്പ് C5 റിലീസായിട്ടുള്ള ഒരു മലയാളം വെബ് സീരീസ്, ഒരു പോലീസ് സ്റ്റേഷനും പേടിയും ഹൊററും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ മലയാളത്തിൽ കണ്ടൻറ്റ് സെലക്ട് ചെയ്യാൻ വന്നിട്ടുള്ള ഒരാൾ അത് Z5 ഒന്ന് ശ്രദ്ധിക്കണം എന്നുള്ളത്. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നത് പുള്ളി പേപ്പർ ഇട്ടിരിക്കുകയായിരിക്കും, റിസൈൻ ചെയ്തിരിക്കുകയായിരിക്കും. അപ്പം ലാസ്റ്റ് റിലീവിങ് ഡേറ്റിന് മുമ്പ് പരമാവധി കമ്പനിക്ക് ഒരു പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലോ, നമ്മൾ ആദ്യം പറഞ്ഞ ആ വെബ് സീരീസ് വീണ നായരാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വെബ് സീരീസിലേക്ക് വരുമ്പോൾ സിനിമാ താരമായിട്ടുള്ള ഉമാ നായരാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1-2 എപ്പിസോഡ് ഷൂട്ട് ചെയ്തത് കാണുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലാവുന്നില്ലേ, ഇതൊരു ഫ്ലോയിൽ വരുന്നില്ല, ആക്ടേഴ്സിൻ്റെ പെർഫോമൻസ് പോരാ, കഥയിൽ ഒരു എൻഗേജിങ് ഫാക്ടർ ഇല്ല. മാത്രമല്ല, ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള മറ്റൊരു വെബ് സീരീസിൽ നിന്നും എന്തൊക്കെയോ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് പോലെയല്ലേ. പക്ഷേ എന്നിട്ടും 7 എപ്പിസോഡ് ഉള്ളൊരു വെബ് സീരീസായിട്ട് ഇത് Z5 കാസർഗോഡ് എംബസി എന്നാണ് വെബ് സീരീസിൻ്റെ പേര്. ഈ എംബസി എന്ന് പറയുന്നത് നമ്മൾ രാജ്യത്തോട് ചേർത്താണ് വെക്കുക. പാസ്പോർട്ട് അടിക്കുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ രാജ്യത്തിൻ്റെ കെയർ ഓഫിലാണ് വരിക. അപ്പോൾ കാസർഗോഡ് ഈ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ട് അടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. മംഗലാപുരത്ത് ഒരു എയറോപ്ലെയിൻ ക്രാഷ് ആവുന്നു. അതിനകത്ത് സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ 3 പേരുടെ എന്തോ ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടാണ്. അപ്പോൾ കാസർഗോഡ് നടക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ടൊരു ഉദ്യോഗസ്ഥൻ വരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ കാണിക്കുന്നത്. ഡയറക്ടർ അതീഷാണ്, ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി രജീഷ് രാമനാണ്, ക്രിയേറ്റീവ് ഡയറക്ടർ അനു പ്രകാശ്, റൈറ്റർ ഹീരജ് PH, എഡിറ്റർ ആൻഡ് കളറിസ്റ്റ് ജിലിൻ ജോസഫ്, മ്യൂസിക് ഡയറക്ടർ രതീഷ് വേഗയാണ്. ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോഴാണ് മ്യൂസിക് ഡയറക്ടർ ആരാണെന്നുള്ളത് നോക്കുന്നത്. ഞാൻ വെബ് സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഓരോരോ ഘടകങ്ങളായിട്ട് എടുത്ത് പറയാം. വെബ് സീരീസ് തുടങ്ങി ആദ്യത്തെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ കാസർഗോഡിനൊരു തീവ്രവാദത്തിൻ്റെ ഹബ്ബാക്കി മാറ്റാൻ ശ്രമിക്കുന്ന പോലത്തെ ആ ഒരു ടോണിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഈ ഫേക്ക് സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ജീവിക്കുന്ന ഒരാൾ, അയാളുടെ കൂടെ 2 പയ്യന്മാരുണ്ട്. ആ പയ്യന്മാർ പാസ്പോർട്ട് അടിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. അവരാദ്യം ഡ്യൂപ്ലിക്കേറ്റ് പാസ്പോർട്ടിന് വേണ്ടിയിട്ട് വരുന്ന ആളുകൾക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു ആംഗിളിലായിരുന്നു. പിന്നീട് അത് വേറൊരു സ്കെയിലിലേക്ക് മാറുന്നതൊക്കെയാണ് സിനിമയിൽ കഥയായിട്ട് വരുന്നത്. ഈ പാസ്പോർട്ട് എന്നുള്ളത് മാറ്റിയിട്ട് ഫേക്ക് നോട്ട് ആക്കുകയാണെങ്കിൽ ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുള്ള ഫർസി തന്നെയല്ലേ കഥ എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷേ ആദ്യത്തെ കുറച്ച് എപ്പിസോഡുകളിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയത് ഈ ആക്ടേഴ്സ് എന്തിനാണ് ഇംഗ്ലീഷ് പറയാൻ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന്. മലയാളത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മാത്രമല്ല, ഇവരെല്ലാവരും മലയാളികളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദിയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും ബേസിക്കലി ഇവർ മലയാളികളാണ്, മലയാളത്തിലാണ് സംസാരിക്കുന്നത്. ഇംഗ്ലീഷൊക്കെ ഇങ്ങനെ കടിച്ച് ചവച്ചിട്ടേ, അതായത് സംസാരിക്കുമ്പോൾ നാക്കും പല്ലും ഒക്കെ ഉടക്കുന്ന പോലെ, അത് അവർ നാച്ചുറലി ഉപയോഗിക്കുന്ന പോലെ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അല്ലാത്ത സാഹചര്യത്തിൽ അവർ മലയാളത്തിൽ പറഞ്ഞോട്ടെ, നമുക്ക് കാര്യം മനസ്സിലാവുമല്ലോ. ഈ ഇല്ലാത്ത ഇംഗ്ലീഷ് ഇങ്ങനെ കഷ്ടപ്പെട്ട് അത് ഈ അവസാന എപ്പിസോഡ് വരെ ഉണ്ടായിരുന്നു. എന്തിനാണോ നിങ്ങളിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റത്തെ 2 എപ്പിസോഡ് കഴിയുമ്പോഴേക്കും ഇത് ഫർസിയിലേക്ക് ലാൻഡ് ചെയ്യുന്ന പോലത്തെ ഒരു തോന്നലൊക്കെയാണ് ഉണ്ടായത്. പിന്നെ ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, ഇത് ഏത് കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ് എന്നുള്ളതാണ്. ചില സമയത്ത് ഇത് കുറച്ച് ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്നത് പോലെ തോന്നും, ചില സമയത്ത് ഇതൊരു പഴയ കഥയാണോ, അവരങ്ങനെയാണോ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ ഒരു കാലഘട്ടം, അതുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾ ഇത് ഡീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ എനിക്ക് അങ്ങനെ ഒന്ന് ഫീൽ ചെയ്തില്ല, അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നി. മെയിൻ ആക്ടേഴ്സ് നന്നായി തോന്നി. ഇപ്പോൾ ഇതിൽ അസി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അബു സാലിം എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ്. ചെമ്മു എന്നെല്ലാവരും വിളിക്കുന്നത് നമ്മുടെ ഗോവിന്ദാണ്, പറവേല, പുള്ളി നന്നായിട്ട് തോന്നി. റോണി ഡേവിഡ് ആണ് റോയ്ച്ചൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്യുന്നത്. റോണി ഡേവിഡിൻ്റെ പെർഫോമൻസ് നല്ലതായിട്ട് തോന്നി. പുള്ളി കാസർഗോഡ് ഭാഷ സംസാരിക്കാൻ ശ്രമിക്കുന്നത് നന്നായിട്ട് തോന്നി. ഈ വെബ് സീരീസിൽ ഉടനീളം അവർ കാസർഗോഡ് ഭാഷ സംസാരിക്കുന്നുണ്ട്. ഇടയ്ക്കും തലയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ചില വ്യത്യാസങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും ഒരുവിധം ഡീസൻ്റായിട്ട് കൈകാര്യം ചെയ്യുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതെൻ്റെ കേട്ടറിവ് മാത്രമാണ്. കാസർഗോഡുകാർക്കാണ് അത് കേൾക്കുമ്പോൾ ഇത് നമ്മുടെ ശരിക്കുള്ള ഭാഷയാണോ എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈ മെയിൻ ആർട്ടിസ്റ്റുകൾ, ദീപക് പറമ്പോലുണ്ട്, ഇവരൊക്കെയും നന്നായി തന്നെ പെർഫോം ചെയ്യുമ്പോൾ, ഈ ലീഡ് ആർട്ടിസ്റ്റുകൾ നന്നായി പെർഫോം ചെയ്യുമ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് ശോകമാവുന്നത് പോലെ തോന്നി. നമ്മളിങ്ങനൊരു സംഭവം ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ ഇത് ഇത്രയും ആൾക്കാർ കാണാനുള്ളതല്ലേ, ഇന്ത്യ ഒട്ടാകെ പ്രേക്ഷകരുണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാണല്ലോ OTT പ്ലാറ്റ്ഫോമിലേക്ക് ഇത് സെല്ല് ചെയ്യുന്നത്. പക്ഷേ അതിനുള്ളൊരു ശ്രമമോ അത് ബെറ്ററാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ആത്മാർത്ഥതയോ എനിക്ക് തോന്നിയില്ല. പിന്നെയാണ് പാട്ടുകൾ. ആദ്യത്തെ പാട്ട് കേട്ടപ്പോഴേ എനിക്ക് തോന്നിയത്, വരികളൊക്കെ എഴുതി വെച്ചിട്ടുള്ളൊരു പേപ്പർ കിട്ടിയപ്പോൾ ആ വരികൾ അതുപോലെ ഇങ്ങനെ വായിച്ച് പോകുമ്പോൾ മ്യൂസിക് ഇട്ടതുപോലെ എനിക്ക് തോന്നി. ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ ഇൻവോൾവ്മെൻ്റ് എന്ന് പറയുന്ന പോലെ ആ സീനിനെ, ഇമോഷനെ ഒക്കെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ്
ആദ്യത്തെ 2 എപ്പിസോഡിലും ഈ പയ്യന്മാർ എങ്ങനെയാണ് ഇതിലേക്ക് വരുന്നത് ഇതൊക്കെയാണ് കാണിക്കുക. 3rd എപ്പിസോഡിൽ വരുമ്പോൾ ഒരു പോലീസുകാരനുണ്ട്. പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ സീൻ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നത് പുള്ളി ഭയങ്കര ടെൻഷൻ അടിച്ച് മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് കണ്ണൊക്കെ ഇതായിട്ട് അങ്ങനെ ഒരു പരിഭ്രാന്തനാണോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന പോലത്തെ ഒരു എക്സ്പ്രഷനാണ്. പുള്ളി 3ാമത്തെ എപ്പിസോഡായപ്പോഴേക്കും ഒരു ഉയർന്ന ഉദ്യോഗസ്ഥന് ഈ ടെററിസ്റ്റിനെ കുറിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുകയാണ്. ഒരു ടെററിസ്റ്റിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇയാളെ അറിയാമോ? അപ്പോൾ ഈ പുള്ളി അറിയാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറിയാമെങ്കിൽ പിന്നെ ബാക്കി പറയാമല്ലോ. പക്ഷേ ഈ അറിയാമെന്ന് പറഞ്ഞ ടെററിസ്റ്റിൻ്റെ ഫോട്ടോ എടുത്ത് പ്രൊജക്ടറിൽ വലിയ സ്ക്രീനിൽ വെച്ചിട്ട് ഇയാൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു, ആ തീവ്രവാദ അറ്റാക്കുകളിൽ ഇയാൾക്ക് പങ്കുണ്ടായിരുന്നു, ഇതറിയാമെന്നല്ലേ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ്. പിന്നെ ഇതിനെ നിങ്ങൾ ഈ കഥാപ്രസംഗം നടത്തുന്നത്. പിന്നെ ആ ഡയലോഗ് ഡെലിവറിയിലൊക്കെ ഉള്ളൊരു നാടകീയത ഉണ്ടല്ലോ, യെസ് അവനങ്ങനെയാണ്, യെസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കിതൊക്കെ ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയത്. എന്തൊക്കെയോ ആക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കുറച്ച് സീക്വൻസുകൾ പലയിടങ്ങളിലും നമുക്കിത് കാണാൻ പറ്റും. പക്ഷേ അതിലെ അതിനാടകീയത നമുക്ക് ഭയങ്കരമായിട്ട് അടിക്കും. പോലീസുകാരാണ്, പ്രത്യേകിച്ച് ദീപക് പറമ്പോൾ നേതൃത്വം നൽകുന്ന പോലീസുകാരാണ് നമ്മൾ ഈ സിനിമയിൽ വെബ് സീരീസിൽ കാണുന്നത്. എനിക്ക് പരമശോകമായിട്ടാണ് തോന്നിയത്. അതായത് ഈ പോലീസുകാർ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, സാർ നമുക്ക് ഇവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്ന് പറയും. പുള്ളിയുടെ മേലുദ്യോഗസ്ഥനുണ്ട്, ഇവിടെ തുടങ്ങേണ്ട നമുക്ക് അവിടെ തുടങ്ങിയാൽ മതി എന്ന് പറയും. ഇതിൻ്റെ മുകളിൽ വേറൊരു ഉദ്യോഗസ്ഥനുണ്ട്, നിങ്ങൾ അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോയാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു 3 ലെയർ ഓഫ് പോലീസുകാരെ നമ്മൾ കാണുമ്പോൾ 3 വഴിക്കാണ് പോകുന്നത്. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ടൊക്കെ ഇവർ കാര്യങ്ങളും വിവരങ്ങളൊക്കെ അറിയിക്കുന്നു, എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ മദ്യപാനവും പുകവലിയുമാണ് മെയിനായിട്ട് നടക്കുന്നത്. ഒരു ലോഡ്ജ് മുറി എന്തോ എടുത്തിട്ടുണ്ട്, അവിടെ വെള്ളമൊടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, ചിക്കൻ കഴിക്കുന്നു, വെള്ളമൊടിക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു, ചിക്കൻ കഴിക്കുന്നു. ദീപക് പറമ്പോൽ വലിച്ചിങ്ങനെ നടക്കുകയാണ്. എന്ന് വെച്ചാൽ പുള്ളിനെ ഞാൻ കളിയാക്കോ കുറ്റം പറയല, ആ ക്യാരക്ടറിനെ കൊണ്ട് അവരത് ചെയ്യിച്ചിട്ടുള്ളൂ. എന്നിട്ട് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ലാസ്റ്റ് എപ്പിസോഡൊക്കെ വരുമ്പോഴേക്കും നമുക്ക് എല്ലാ തെളിവുകളും കിട്ടിക്കഴിഞ്ഞു, ഇനി ആൾക്കാരെ പിടിച്ചാൽ മതി. നമ്മൾ നോക്കുമ്പോൾ ഇയാൾ കുറേ വലിച്ചു കുടിച്ചു നടന്നു എന്നുള്ളതല്ലാതെ ഇങ്ങേരെന്താ അന്വേഷിച്ചത്, ഇവർക്ക് എന്ത് പ്രൂഫാണ് കിട്ടിയത്, എവിടെ നിന്നാണ് കിട്ടിയത്, ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഒരു ക്ലൂ ഇല്ലാതെ 5ാമത്തെ 6ാമത്തെ എപ്പിസോഡ് വരെ കറങ്ങി നടന്നിട്ട് 6, 7 ആകുമ്പോഴേക്കും ഇവർക്കെല്ലാം കിട്ടി. ഞാൻ ആലോചിക്കുന്നത് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ള ക്രിമിനൽസ് പോലും ഇവർ കുടിക്കുന്ന അത്രയും മദ്യമോ വലിക്കുന്ന അത്ര സിഗരറ്റോ വലിച്ചിട്ടില്ല. പിന്നെയാണ് മെയിൻ വില്ലനിലേക്ക് വരുന്നത്. എനിക്കത് ഭയങ്കര കോമഡി ആയിരുന്നു. അതായത് മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ദാമണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു കർണാടകയിലുള്ള പുള്ളിയാണ്. ഈ ദാമണ്ണൻ ഇൻ്റർനാഷണലി ഇവർക്ക് സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിൻഡിക്കേറ്റ് ഉണ്ട്. ആ സിൻഡിക്കേറ്റാണ് ഇവിടുത്തെ കൊള്ളക്കടത്തും മറ്റേ പരിപാടിയും എല്ലാം ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുന്നത്. അതിൽ പല മെമ്പേഴ്സ് ഉണ്ട്, പൊളിറ്റീഷ്യൻസും ആൾക്കാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ദാമണ്ണൻ എന്ന് പറയുന്ന ആളുടെ കീഴിൽ 2 പേരുണ്ട്. അതിലൊരാളെന്ന് പറഞ്ഞാൽ പിൻഡോ ആണ്, മറ്റേ ആളുടെ പേര് രാജ എന്നാന്ന് തോന്നുന്നു. അപ്പോൾ ഈ പിൻഡോയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പിൻഡോ ആണ് ഇതിനകത്ത് ഭയങ്കര ഡെഡ്ലി ആയിട്ടുള്ളൊരു ഭയങ്കര കലിപ്പൻ പരിപാടിയാണ്. അപ്പോൾ ഈ പിൻഡോയുടെ പ്രശ്നം എന്താണെന്നറിയോ, ദാമണ്ണൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഞാനായിരിക്കണം. വേറെ ആരെങ്കിലും ദാമണ്ണന് ഫേവറേറ്റ് ആണെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവനെ കൊല്ലും. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ, വളരെ പൊസസീവായിട്ടുള്ള ഒരു സബ് ഗുണ്ടയാണ് ഈ പിൻഡോ എന്ന് പറയുന്നത്. മെയിൻ ഗുണ്ട ദാമണ്ണനാണ്. ദാമണ്ണൻ നമ്മുടെ മാർക്കോല വില്ലനാണ്. പുള്ളിക്ക് വേഷം മാത്രമേ മാറുന്നുള്ളൂ. പുള്ളീനെ ഇങ്ങനെ നേരെ നിർത്തിയിട്ട് താഴെ നിന്ന് മുകളിലുള്ള ക്യാമറ ഷോട്ടൊക്കെ വെച്ച് ഭീകരനായിട്ട് കാണിച്ച് അങ്ങനത്തെ ആ ഒരു രീതി തന്നെയാണ് പോകുന്നത്. ഡയലോഗ് ഡെലിവറിയും എല്ലാം അതുപോലെയൊക്കെ തന്നെ. അങ്ങനെ ഈ പിൻഡോയുടെ പൊസസീവ്നെസ് കാരണം ഒരു ഗുണ്ടാ സംഘം മുഴുവൻ തകർന്നടിയാണ്. അതായത് അവൻ കുറച്ച് ഡീസൻ്റായിട്ടൊക്കെ ചിന്തിക്കുന്ന, ഡീസൻറ്റും വേണ്ട, ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യുക, അതിന് കിട്ടുന്ന പ്രതിഫലവുമായി ഹാപ്പി ആയിട്ട് ജീവിക്കുക, അണ്ണന് നല്ലത് വരണമെന്ന് വിചാരിക്കുക എന്നൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇവനങ്ങ് പൊസസീവ്നെസ്സാണ്. അണ്ണൻ്റെ കൂടെ എല്ലാ കാര്യത്തിനും ഒപ്പം നിന്ന് അണ്ണൻ്റെ വളർച്ചയ്ക്ക് കാരണമായവനെ ഒരു കാരണം ഉണ്ടാക്കി ഇവൻ തട്ടുന്നു. അത് കഴിഞ്ഞ് അണ്ണൻ ബിസിനസ് വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 പിള്ളേരെ കൊണ്ടുവരുന്നു. ആ പിള്ളേർ അണ്ണൻ്റെ ഫേവറേറ്റ് ആവുന്നു. എന്നാൽ ഞാനത് തകർത്തിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ ഗുണ്ടാ സംഘത്തിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന ഒരു സബ് ഗുണ്ട, ഒരു പൊസസീവ് സബ് ഗുണ്ട. അങ്ങനെ ഇവർ കള്ള പാസ്പോർട്ടൊക്കെ അടിച്ച് പോലീസുകാർ ഇവരുടെ അടുത്തേക്ക് എങ്ങനെയോ എത്തിപ്പെടുന്നു. എങ്ങനെ എത്തിപ്പെടുന്നു എന്നുള്ളതൊന്നും ഇവിടെ ചോദിക്കരുത്. പോലീസുകാർക്കെല്ലാം കിട്ടി. ആ പയ്യന്മാരെ അറസ്റ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുമ്പോഴേക്കും മഹാമനസ്കരായ പോലീസുകാർ പയ്യന്മാരെ വെറുതെ വിടുകയാണ് ഗൈസ്. എന്ന് വെച്ചാൽ വളർന്നു വരുന്ന പ്രായമല്ലേ, ഈ പ്രായത്തിൽ നമ്മൾ ഇവരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവരുടെ കാര്യം എന്താവും എന്നാലോചിച്ചിട്ട് ആ പയ്യന്മാരെ വെറുതെ വിടുന്നു. അത് പോട്ടെ, പയ്യന്മാരെ വെറുതെ വിട്ട് എന്തെങ്കിലും ഒരു സെൻറ്റിമെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നമുക്കത് വിട്ടുകളയാം. കുറച്ച് കഴിയുമ്പോൾ മെയിൻ വില്ലനെയും വേണ്ട, എല്ലാം കഴിഞ്ഞു ഗൈസ്, നിങ്ങളിവിടെ പണിയെടുത്തത് മതി എന്ന് പറഞ്ഞ് പോലീസുകാരെയും തിരിച്ചു വിളിക്കുന്നു. അപ്പോൾ പോലീസുകാർ ഇത്ര നേരം അന്വേഷിച്ചിട്ട് ഒന്നുമില്ല, കുറച്ച് വെള്ളം ഒടിച്ചു, കുറച്ച് സിഗരറ്റ് ഒഴിച്ചു, ചിക്കൻ കഴിച്ചു, അവർ തിരിച്ചു പോകുന്നു. പോണ വഴിക്ക് പറയും ഇതൊന്നിൻ്റെയും അവസാനമല്ല, അതിനിപ്പോൾ ഞങ്ങൾ എന്ത് വേണം എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോൾ. ചിലപ്പോൾ അടുത്ത പാർട്ട് ഇറക്കാനുള്ളൊരു ഉദ്ദേശം, സീസൺ 2 ഇറക്കാനുള്ളൊരു ഉദ്ദേശം അവർക്ക് ഉണ്ടാവുമായിരിക്കാം. ഇതിനിടയിൽ സിൻഡിക്കേറ്റുകാർ ദാമണ്ണനെ പൂട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നു. ദാമണ്ണൻ എന്തൊക്കെയോ കാണിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. അത് കഴിഞ്ഞ് ഈ നമ്മുടെ നായകന്മാരായിട്ടുള്ള 2 പിള്ളേരുണ്ടല്ലോ, ഈ പിള്ളേർ സെറ്റിനെ കൊള്ളസംഘത്തിൽ നിന്ന് രക്ഷപ്പെട്ട കൊള്ളസംഘം കൊല്ലണമെന്നാണല്ലോ. പക്ഷേ കൊള്ളസംഘവുമായിട്ടും ഇവർ സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ കൊള്ളസംഘത്തിന് ഇവന്മാരിൽ ഒരുത്തനെ കിട്ടിയാൽ മതി. അതായത് ഇനിയും പാസ്പോർട്ട് പ്രിൻറ്റ് ചെയ്ത് കൊടുത്ത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്, മറ്റവനെ വെറുതെ വിടാമെന്ന് പറയുന്നു. അപ്പോൾ ഈ കൂട്ടുകാർ 2 പേരാണല്ലോ,
അപ്പോൾ ഒരു കൂട്ടുകാരൻ മറ്റേ കൂട്ടുകാരനോട് നീ പോയി ജീവിക്കടാ, നിനക്ക് നിൻ്റെ വീട്ടുകാരുണ്ട്, നിൻ്റെ ഫാമിലി ഉണ്ട്, നീ അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കടാ, പോടാ, പക്ഷേ എൻ്റെ ഫാമിലി എന്നെ ആരും അന്വേഷിച്ച് വരുന്നില്ലടാ, നീ പോടാ, ഞാൻ നിൻ്റെ കൂട്ടുകാരനാടാ, എനിക്ക് നിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സെൻറ്റിയോട് സെൻറ്റി, അങ്ങനെ സെൻറ്റി അടിച്ച് അസ്സി എന്ന് പറയുന്ന കൂട്ടുകാരൻ, അവനാണ് ഫാമിലി ഉള്ളത്, അവൻ ഫാമിലിയുടെ കൂടെ പോകുന്നു. അവിടെ ചെന്ന് ദുബായിക്കൊക്കെ പോയി രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ. ഈ ചെമ്മോ എന്ന് പറയുന്ന നമ്മുടെ ഗോവിന്ദ്, പുള്ളി മെയിൻ വില്ലൻ്റെ കൂടെ പോകുന്നു. പോലീസുകാർ ഒന്നും കിട്ടിയില്ല, എന്നാൽ നമുക്ക് തിരിച്ചു പോയേക്കാന്ന് പറഞ്ഞ് അവരും പോകുന്നു. അങ്ങനെ എല്ലാവരും പോകുന്നു. ഇവിടെ ഇപ്പോൾ എന്താ സംഭവിച്ചത്? ആകെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഈ പൊസസീവ് സബ് ഗുണ്ട അവൻ മരിക്കുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയിട്ട് എനിക്കിതിലെ ഒരു പരിപാടി മനസ്സിലായില്ല. ഫർസയിലെ കുറച്ച് സാധനങ്ങൾ അതിൻ്റെ ഒരു സാധനം മാറ്റി ഇപ്പുറത്തേക്ക് കോപ്പി ചെയ്ത് വെച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഫീലും ഇല്ലാതെ, ഒരു ഇമോഷനും ഇല്ലാതെ, നല്ല പ്രകടനങ്ങളില്ലാതെ, സംഗീതമോ അല്ലെങ്കിൽ ഒരു ഓഡിയോ വിഷ്വൽ പരിപാടിയിൽ ഒരു ഗംഭീര പരിപാടി ഫീൽ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ വെറുതെ ZEE5 സംഭവം ഇങ്ങനെ കണ്ടു തീർത്തു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ZEE5 എങ്ങനെയാണ് ഇത് സോർട്ട് ചെയ്തെടുക്കുന്നത്? പിന്നെ അവരുടെ ഇഷ്ടമാണ്, നമുക്കിതിലൊന്നും ചോദ്യം ചെയ്യാനൊന്നുമില്ല, അവരുടെ ഓരോരോ സന്തോഷങ്ങൾ. പക്ഷേ കൃത്യമായിട്ടുള്ള വളരെ ശക്തമായിട്ടുള്ള ഫിൽറ്ററിങ് സംഭവിച്ചിട്ടില്ലെങ്കിൽ വളരെ സബ് ലെവലിലുള്ള പ്രോഡക്ട്സിൻ്റെ എണ്ണം കൂടും, പ്രേക്ഷകരത് കൂടുതൽ കാണാൻ തുടങ്ങും, കണ്ട് മടുക്കുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്തിട്ട് അവർ പോകാൻ തുടങ്ങും. അതൊരു OTT പ്ലാറ്റ്ഫോമിനെ സംബന്ധിച്ച് ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നിട്ടും എന്തേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. പിന്നെ എനിക്ക് തോന്നുന്നൊരു കാര്യം, സീരിയലിലും സിനിമയിലും ഒക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വെബ് സീരീസൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നൊരു കാര്യം, നമ്മൾ വീണ നായർ, പൂമാ നായർ. അപ്പോൾ അതേപോലെ നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ള ഓരോ അഭിനേതാക്കളും ഇതുപോലെയുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ ഇറങ്ങുകയാണെങ്കിൽ, ഇതുപോലെ OTT പ്ലാറ്റ്ഫോംസിൽ വരണമെന്നൊന്നുമില്ല, ഇതുപോലെ വെബ് സീരീസുകളും കൊച്ചു സിനിമകളും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ കിട്ടും. അതാണ് ഇതിനകത്ത് ഞാൻ കണ്ടെത്തുന്നൊരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമയും വെബ് സീരീസും എല്ലാം ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്, കണ്ട് വിലയിരുത്തപ്പെടേണ്ടത് തന്നെയാണ് ഓരോന്നും. അപ്പോൾ ഈ വെബ് സീരീസ് കാണാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാസർഗോഡ് എംബസി. കണ്ടിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് കാണണോ വേണ്ടിയോ തീരുമാനമെടുക്കാൻ കാത്തിരിക്കുന്ന ആളുകളുണ്ട്, അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.